അങ്ങ് കൊടുക്ക്. വരട്ടെ. ആക്രാന്തം വേണ്ട, കട്ട് ചെയ്ത് തരാം. കുഴപ്പമില്ല, മതി. കേരളത്തിൽ ജനിച്ചു വളർന്ന നല്ല മലയാളി കോഴിയാ. ഈ വർഗീസേ, നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. ആണ്ടേ തൂങ്ങിക്കിടക്കണ അതുകൂടെ അങ്ങ് കടിച്ചാട്ടെ. ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു തരും. ഏതായി തണ്ടി നമ്മളെ തന്നെ നോക്കി ഒലിപ്പിച്ചോണ്ടല്ലോ. അവനെ നാട്ടിലെ ഉപദേശിയ ഈ ശല്യത്തിന് സെമിനാരി ഇന്ന് പുറത്താക്കിയതാ. ഇപ്പൊ സ്വന്തമായിട്ട് പള്ളി പണിയാൻ നടക്കുക. നീ എന്താടി നോക്കി വെക്കണേ? പോയി മോളെ വിളിച്ചോണ്ട് വാ. റോമിന്നാ അപ്പച്ചൻ പറയുന്നേ. 2 അച്ഛന്മാരുണ്ട്. ഹലോ ഹലോ, എന്താ? ഓ, ഞാനൊന്നും കാണാൻ പോകുന്നില്ല. അല്ല, ചേച്ചി എന്നാ വരുന്നേ? ഹലോ ഹലോ. ഷോ, ഈ തൊല്ലിപ്പുള്ളി റേഞ്ച്. എന്താ നീ വന്ന അച്ഛന്മാരെ കണ്ട് സ്തുതി പറഞ്ഞേ. എനിക്കൊന്നും കാണണ്ട അച്ഛന്മാരും പൂജാരിമാരും ഒന്നും. ദൈവദോഷം പറയാതിരി കൊച്ചേ, ഇങ്ങോട്ട് വന്നേ. ആഹാരം കാണാതെ കിടന്നു. ഗീവർഗീസേ, ഇവര് ശരിക്കും അത്ഭുതം കാണിക്കുന്ന അച്ഛന്മാരാണോ? പിന്നെ കണ്ടില്ലേ, ഇത് തന്നെ അത്ഭുതം. എനിക്ക് ആകെ 2 പെമ്മക്കളാ. ഇവളെ ഇളയവളാ റീന, മൂത്തവളങ്ങ് പുറത്താ. അയ്യോ, എന്തു പറ്റി? അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, അടുത്ത ആഴ്ചക്ക് വരും. ആയിക്കോട്ടെ. കൈ കൂപ്പിയുണ്ട്. എന്റെ അച്ഛോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര സ്റ്റൈലാ. നല്ല പുളി. ഇവിടെ വീടുകളിൽ കേക്കും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവളാ. ഗ്രേസി എന്നാ പേര്. എന്റെ ഒരു അകന്ന ബന്ധുവാ. ഇവളുടെ മോനാ. ഇവളുടെ കെട്ടിയവൻ പട്ടാളത്തിലായിരുന്നു. ഓഹോ. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തു. അടിപൊളി. എന്താ? സ്വീറ്റ്സ്. തീറ്റ കണ്ടാ തോന്നുന്നു ഇമാര് റോമി പട്ടിണിയായിരുന്നെന്ന്. അല്ല അച്ഛന്മാരെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? അവിടെ ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും. ഉണക്കച്ചപ്പാത്തിയും കഞ്ഞിയും റോമിലോ? ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിസയാ. പിസ അത് ഇയാളുടെ പണി. ദിസ് ഈസ് പിസ. അല്ല ഞാൻ എടാ പന്ന ഒന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ. എടാ, നമ്മുടെ നാടൻ കണ്ണാരച്ചക്ക, ലഡ്ഡു, ജിലേബി ഇതൊക്കെ റോമിൽ കിട്ടുവോ? അച്ഛന്മാര് കഴിച്ചാട്ടെ. ഇത്ര കാലായിക്കാണ് ഇതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അറിഞ്ഞത്. അല്ലേ അച്ഛൻ? സംശയം തുടങ്ങി. ഇനിയും വല്ലതും വേണം പറ. ഒരു നമ്പർ ഇറക്കിയാലോ? ആഗ്രഹങ്ങൾ, ആശാപാശങ്ങൾ, അവ കുറയ്ക്കണം വിൽസമ്മേ. ആഗ്രഹങ്ങളുടെ പ്രതീകമാണല്ലോ ഈ ആപ്പിൾ. അതാണല്ലോ അച്ഛനെടുത്തത്. തൊമ്മിച്ചായ, അച്ഛൻ കലക്കി. ഇങ്ങ് വരൂ. ചെല്ലുമോളെ. വിശ്വാസം അത് എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതും വേണം ജീവിതത്തിൽ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. സോറി ഫാദർ. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ഗോഡ് ബ്ലെസ് യു. ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളിൽ പ്രാവണ്യമുള്ളവരാണ് നിങ്ങൾ. എല്ലാം ഈ ഗബ്രിയേൽ അച്ഛന്റെ അനുഗ്രഹം. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ ശരിയാ. നീ ശരിക്കും റോമിൽ നിന്ന് വന്ന അച്ഛനാണോ? ഞാനും ഒരു ദൈവദൂതനൊക്കെയാ. എന്നെ കൂടെ അനുഗ്രഹിച്ചാലും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ.
God bless. അയ്യോ എല്ലും കഷണം. ഹേ, ഇതെന്താ എല്ലും കഷണം? എനിക്കെന്താ ഓറഞ്ചും ആപ്പിളും ഒന്നും വരുത്തില്ല. നിന്റെ കയ്യിൽ ഇവന് ഇതെങ്കിലും കിട്ടിയല്ലോടാ എടാ ഗീവറീസേ, ഇനി നിന്റെ അരമുറി സുവിശേഷം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. റോമിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാന്തരം 916 അച്ഛന്മാർ ഇവിടെ ഉണ്ട്. അച്ഛന്മാരെ വാ, നമുക്ക് കവലയിലേക്ക് പോവാം. വാന്നേ. അടിപൊളി. ഞാൻ കൊടുക്കാന്നേ. അജോ എന്നാ കരിക്ക് കുടിച്ചാട്ടെ. ഇത് മാത്തുക്കുട്ടി ഫാഷൻസ്. ഇത് ഇവന്റെ കടയാ. റോമിൽ നിങ്ങളുടെ സാധനം വരുന്നേടം വരെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി, ഇവൻ പള്ളി പേടെ എത്തിച്ചോളും. എന്റെ വിസിറ്റിംഗ് കാർഡ്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു അല്പനാണ്. അങ്ങനെയൊന്നുമില്ല, ഇതെന്റെ കടയാ. നിന്റെ തന്നെ വെച്ചു. താങ്ക്സ്. നിങ്ങള് റോമിൽ പോയിട്ട് എത്ര കാലമായി? റോമിൽ ഞങ്ങള് പോവും പുറത്തിറങ്ങും. ലാസ്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പൊ 3-3.5 വർഷമായി. നീ വന്നിട്ട് 3.5 മാസമായിട്ടുള്ളൂ അല്ലേ? പുറത്തിറങ്ങൂ? ഐ മീൻ ഈ നാട്ടില് വരുമല്ലോ. ആട്ടെ, എപ്പ തിരിച്ചു പോകും? അങ്ങനെയൊന്നുമില്ല, ഇവിടുത്തെ കയ്യിലിരിപ്പോലിരിക്കും. എന്ന് വെച്ചാ വെഞ്ചരിപ്പും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകും എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ ഫാദർ? പേരറിയത്തില്ലേ? അയ്യോ, ഇതിനിടെ ചോദിക്കാൻ വിട്ടുപോയി. വല്യച്ഛന്റെ പേര് ഷിബു. ഫാദർ ഷിബു? ഷിബു അല്ല, സെബു. ഫാദർ സെബാസ്റ്റ്യൻ. വല്ലാണ്ട് സ്നേഹം കൂടുമ്പോൾ സെബു എന്ന് വിളിക്കും. കൊച്ചച്ഛന്റെ പേരെന്താണ്? ഫാദർ പോൾ. ഓ, സെബാസ്റ്റ്യൻ പോൾ. അപ്പൊ നിങ്ങൾ എറണാകുളംകാരാ? അത് ഇതെനിക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ വേണോ? അപ്പം വട്ടപ്പേര്? വട്ടപ്പേരോ? ആ, അതെന്തുവാ? അല്ല, ഈ അച്ഛന്മാരുടെ പേരിന്റെ അറ്റത്ത് ഒരു ആല് കാണൂല. പാലും തുമ്പൊന്നുമില്ല. മിസ്റ്റർ തോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാൾ ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ക്ഷമിക്കണേ അച്ഛാ. ഫാദർ ഗബ്രിയലിന് കൊടുത്ത വാക്കിന്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ റോമിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം. ഫാദർ സെബു, ഇത് ഫാദർ സെബു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ്. ഇവനെ കൊണ്ട് വലിയ നീ അടിയുള്ളു. എന്റെ അച്ഛാ, ബൈബിൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആള് കള്ളനാ, ഒരു പണി എടുക്കുകയില്ല. അച്ഛന്മാര് വന്നാട്ടെ, വാ നടക്ക്. വെച്ചോളൂ. ആരാ? എവിടെയാ വീട്? ഈ പൂമാല ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു നാടാണെങ്കിൽ ഇവിടെ പിടിച്ച് ആദ്യം കുമ്പസരിപ്പിക്കണം. അതിനെന്താ, വരും തുടങ്ങാം. അയ്യോ വേണ്ട, പുതിയ അച്ഛന്മാരെ ഒന്ന് കാണാൻ വന്നതാ. എന്നെ അനുഗ്രഹിക്കണം. ഒരു നീണ്ട കുമ്പസാരം തന്നെ വേണ്ടി വരും. അച്ഛന്മാര് വന്നട്ടെ. ബാബാ, മഴ വന്ന് തോർന്ന പോലെയായി. എന്റെ ഈശോയെ, ദൈവമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോഴും ഇപ്പോഴും എപ്പോഴും. എന്താ വല്ലപ്പോഴും കൂടെ പറ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയല്ലേ. വയ്യാത്തത് കൊണ്ടാ നേരത്തെ കാണാൻ വരാതിരുന്നത്. പൊറുക്കണം. ഇത് പാപ്പിച്ചായൻ വർഷങ്ങളായിട്ട് പള്ളിമുറ്റത്തിന് താഴെയായിട്ട് കട നടത്തുക. ആയകാലത്ത് പള്ളിക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ സഹായിയായിരുന്നു. ഫോട്ടോ സ്റ്റുഡിയോയും കടയൊക്കെ ആയിട്ട്. പള്ളി അടച്ചത് പിന്നെ പാപ്പിച്ചായന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ചേച്ചിയാണെങ്കിൽ തളർന്ന് ഒരേ കിടപ്പ. ഇനിയെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന പോലെ. അയ്യോ, തിരുവസ്ത്രങ്ങളാ, കുറച്ച് പഴക്കമുണ്ട്. പാകമാകുമെന്ന് തോന്നുന്നു. പെട്ടിയും മറ്റും എത്തിയിട്ടില്ല എന്നറിഞ്ഞു. അതാ.
വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ. ആ ശരി. അല്ല, പാപ്പിച്ചേട്ടന്റെ കയ്യിൽ ഇത് സ്റ്റോക്ക് ഉണ്ടോ? നമ്മുടെ സാമുവലച്ചന് വേണ്ടി ചെയ്യിപ്പിച്ചതാ. പഴയ ഫാഷൻ. ഈ സ്റ്റോൺ ബട്ടണൊക്കെ വെച്ചിട്ട് കടയിലെ മറ്റ് സാധനങ്ങളെ പോലെ ഇതും ചെതലരിച്ചു കാണുമെന്നാ കരുതിയത്. പക്ഷെ ദൈവാധീനം, കുഴപ്പമൊന്നുമില്ല. ഇനി പാപ്പിച്ചാന്റെ കടയൊക്കെ ഒന്ന് ഉഷാറാവും. ഓ, വന്നാട്ടെ. എന്തൊരു ചർച്ച എന്ന് പറയായിരുന്നു. പണ്ടത്തെ ചർച്ച. അതെ അതെ, വന്നാട്ടെ വന്നാട്ടെ. എന്തൊരു തേജസ്, എന്തൊരു ദൈവിക ഭാവം. അളവെടുത്ത് തയ്പ്പിച്ചതാണെന്നേ തോന്നുന്നു. എങ്ങനെയുണ്ട്? ഈ റോമിൽ അങ്ങനെ ലോഹ പതിവില്ല. ഗബ്രിയേലച്ചൻ പോലും ജീൻസ് ഒക്കെ ഇട്ടാണ് നടക്കാറ്. അല്ലേ ഫാദർ പോൾ? ആരാധനാ സമയങ്ങളിൽ മാത്രം മതിയെന്നേ, വേഷത്തിലല്ലല്ലോ നിങ്ങളുടെ മിടുക്ക്. അല്ലയോ തുമ്മിച്ച? ആദ്യമായിട്ടല്ലേ ഞങ്ങളുടെ പള്ളിയിലെ? കൊറേയൊക്കെ കേട്ട് കാണുമില്ലയോ? കേട്ടിരിക്കണു. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നതാ കേട്ടിരിക്കുന്നേ? അത് ഈ പള്ളി ഒരു വലിയ പള്ളിയാണല്ലോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ഗബ്രിയേൽ അച്ഛനാണല്ലോ. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെ ഫാദർ സെബു. കുട്ടന്റെ പേര് സെബു. ഇയാളെ കൊണ്ട് അതെ. വെറുതെ ഇരിക്കടി, അവരുടെ യൂണിയൻ പരിപാടിയല്ലേ, പൊളിച്ചേ പറ്റുമോളെ. നമ്മൾ തോറ്റപ്പോ ആ സ്മിതയും കൂട്ടരും കൂവിയത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. തുടങ്ങിക്കോ, പോടി പോവാൻ. ഇനി എനിക്കൊരു വോളണ്ടിയറിനെ വേണം. നല്ല സ്മാർട്ടായ, എന്തിനും തൻ്റെ ഇടമുള്ളൊരു വോളണ്ടിയർ. കേറി വരണം മിസ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. സ്മാർട്ട് അല്ലേ? വരുന്നില്ലേ? തീർന്നു. നിന്നെ രണ്ടായി വെട്ടിക്കീറാനാവും. നീ ആ മാജിക് കണ്ടില്ലേ? പോയില്ലെങ്കിൽ നമുക്ക് നാണക്കേടാ. Be a sport. Come on, വരൂ. ശരി. Give a very big hand, please, everybody.
പേടിക്കണ്ട, ഞാൻ തന്നെ വെട്ടിക്കേറാനൊന്നും പോണില്ല. തന്റെ ചീപ്പ് ഷൈനിങ്ങിന് എന്നെ കിട്ടില്ല. കാര്യമല്ല ഉണ്ടെങ്കിൽ പറ. ഓക്കെ. ഇതൊരു സിമ്പിൾ മാജിക് ആണ്. ദിസ് ഈസ് എ മാജിക് ബോക്സ്. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഇതുവരെ പുറത്തു പറയാത്തതാണെങ്കിൽ, ഇനി പറയാൻ ആഗ്രഹിക്കാത്തതാണെങ്കിൽ പോലും അത് ഇവൻ പറയും. സോ പ്ലീസ് മാം, വാട്ട്സ് യുവർ നെയിം? എലീന. എലി? എലീന. ഓ ഓക്കെ, മിസ് എലീന. കണ്ണുകൾ അടച്ച് ഈ പെട്ടിയിൽ നിന്നും നിങ്ങൾ എന്താണോ എടുക്കുന്നത് അതാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സോ പ്ലീസ്. നാണം കിടണ്ടെങ്കിൽ ജസ്റ്റ് കണ്ണ് തുറന്ന് എന്താ എടുക്കാൻ പോണെന്ന് നോക്കിക്കോളൂ. വേണേ ഇതിലും ചീപ്പാവും. വേണോ? പ്ലീസ്. സ്മാർട്ട്നെസ് ആവാം, പക്ഷെ അത് ഞങ്ങളെപ്പോലെ വയറ്റിപ്പടപ്പിന് വേണ്ടി ഓരോന്ന് ചെയ്യുന്നവരോടാവരുത്. എടുത്തോളൂ, ധൈര്യമായിട്ട് എടുത്തോളൂ, കണ്ണുകൾ അടച്ച്. Let us see, മിസ് എലീന എന്താണ് മനസ്സിൽ ഒളിപ്പിച്ചതെന്ന്. Thank you. It's okay. യേശുവിന്റെ തിരുശരീരം, യേശുവിന്റെ തിരുശരീരം, യേശുവിന്റെ തിരുശരീരം. ആകാശ് കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. തലേ ദിവസം ഞാൻ വിളിക്കാം. ഡേറ്റ് മറക്കണ്ട. 1 സെക്കൻഡ്. അഡ്വാൻസ്. താങ്ക് യു. യേശുവിന്റെ തിരുശരീരം. ഇങ്ങോട്ട് നടക്കണ. ആരടാ നോക്കുന്നേ? ഇതവന്റെ ആദ്യത്തെ കേസല്ല, സ്ഥിരം പരിപാടിയാ. ഈ മേജിക്കാരൊക്കെ ഇങ്ങനെ മോഷണത്തിനിറങ്ങിയ ജനം വലയുമല്ലോ. യേശുവിന്റെ തിരുശരീരം, യേശുവിന്റെ തിരുശരീരം. യേശുവിൻ തിരുശരീരം. ആമേൻ. പിശാച് എന്നെ കൊണ്ടേ പോവുള്ളൂ. അമ്മച്ചിക്ക് ഇപ്പൊ തന്നെ സ്തുതിക്കണമല്ലേ?
എലീന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിനക്ക് ഫ്രോഡ് വേല കാണിക്കാൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞായിരുന്നോ? 2 ആഴ്ചത്തേക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ. പിന്നെ നിന്റെ കൺവട്ടത്ത് ഞാൻ വരില്ല, പ്ലീസ്. പട്ടണത്തെ നീ പറ്റിക്കുന്ന ഹൈ സൊസൈറ്റിക്കാരല്ല ഇവിടെ. എന്തിനേയും ഏതിനേയും അന്ധമായി വിശ്വസിക്കുന്ന കളങ്കം അറിയാത്ത ഒരു പറ്റം പാവങ്ങളായി നാട്ടുകാര്. അവരെ പറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് തന്നെ അപ്പച്ചനോട് പറഞ്ഞ് നിന്റെ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. എന്തോ അസാധ്യമായ ഒരു കാര്യമാ എന്തായാലും തൊമ്മിച്ചൻ ചെയ്തു കാണിച്ചത്. നിങ്ങൾ റോമിൽ നേരിട്ട് പോയോ? റോമില് നേരിട്ട് പോയോന്ന് ചോദിച്ചാ അത് കയ്യിലുള്ള കാശ് മുടക്കി അരമനയിൽ പോയി ഗബ്രിയേൽ അച്ഛനെ പലവട്ടം കണ്ട് ഇവര് ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഗബ്രിയേൽ അച്ഛനെ ഞാൻ നിർബന്ധിച്ച് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അല്ലേ അച്ഛാ? അതെ അതെ, അദ്ദേഹം ഞങ്ങളെ വിടാതെ പിടിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു ജനസേവനത്തിന് ശരിക്കും ഒരു MLA ആവേണ്ട സമയം. അയ്യോ തൊമ്മിച്ച അത്ഭുതം തന്നെ. തൊമ്മിച്ച താൻ കൊണ്ടുവന്ന അച്ഛൻ അത്ഭുതം തന്നെ. എന്താ കാര്യം? ഞങ്ങൾ മാത്രം സംസാരിച്ച കാര്യമാ ഇപ്പൊ അച്ഛൻ പറഞ്ഞത്. പൂമാല ഗ്രാമത്തിൽ ഈ പള്ളിയിലേക്ക് അത്ഭുതങ്ങൾ പ്രവചിക്കുന്ന അച്ഛന്മാരെ കൊണ്ടുവന്ന തൊമ്മിച്ച നിങ്ങളാണ് അടുത്ത ബൈ ഇലക്ഷനിൽ പാർട്ടി സ്ഥാനാർത്ഥി. സത്യമാണോ? ഓ, എനിക്ക് വയ്യ എന്റെ അച്ഛാ. എക്സ്ക്യൂസ് മീ. തൊമ്മിച്ച വന്നേ അച്ഛനിങ്ങ് വന്നേ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. എന്റെ പൊന്നച്ഛന്മാരെ, നിങ്ങൾ എന്റെ പുണ്യമാണ്, ഈ നാടിന്റെ പുണ്യമാണ്. ഹലോ, എന്താ മാഡം ഇങ്ങോട്ട് പോകുന്നത്? അപ്പച്ചനോട്, സോറി, ഐ മീൻ ഭാവി MLAയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് എന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വരൂ. എന്താണ് ഉദ്ദേശം ആകാശ്? എന്റെ അപ്പച്ചന്റെ പണോ? ഇങ്ങനൊരു വേഷം കെട്ടിയത് എന്തിനാ? കൂടെയുള്ള ആളാരാ? എന്തിനിവിടെ വന്നു? ചില്ലറ കളിയല്ല നീ കളിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടാണോ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നോർത്തോ, നീ ചതിക്കാൻ നോക്കുന്നത് ഞങ്ങളെയല്ല, ദൈവത്തെ.